നിയമസഭയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലെത്തി. നിയന്ത്രിതമായി ജലം നൽകുന്നതിനുള്ള നടപടികൾ എടുത്തുവരുന്നു. സർ ബി, സംസ്ഥാനത്തെ നദികൾ, തോടുകൾ, കായലുകൾ എന്നിവയുടെ സംരക്ഷണ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും റവന്യൂ വകുപ്പിനുമാണ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപം മലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സഹകരണത്തോടുകൂടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ജല അതോറിറ്റിയുടെ നദീതട സ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പാക്കുവാനായി തടയണകൾ നിർമ്മിക്കുന്നുണ്ട്. വിവിധ കാരണങ്ങളാൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന കുളങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായുള്ള ഹരിതകേരളം പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിലുള്ള ജലസ്രോതസ്സുകളുടെ നവീകരണവും ശുദ്ധീകരണവും ഉറപ്പാക്കുന്നത് വഴി പ്രാദേശിക തലത്തിൽ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഉതകുന്ന ഒരു പുതിയ ജല ഉപയോഗ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനാണ് ഹരിതകേരളം പദ്ധതി ഊന്നൽ നൽകുന്നത്. സി, ജലനിധി രണ്ടാം ഘട്ട പദ്ധതിയിൽ 175 തടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി. അതിൽ 127 എണ്ണം പൂർത്തീകരിച്ചു. 2013-14 സാമ്പത്തിക വർഷത്തിൽ വരൾച്ച നേരിടുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 700 തടയണകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിന് 400 കോടി രൂപ വകയിരുത്തുകയുണ്ടായി. ഇതിൻ്റെ ഒന്നാം ഘട്ടമായി വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരം 190 തടയണകൾ നിർമ്മിക്കുന്നതിനായി 111 കോടി രൂപ അനുവദിച്ചതിൽ 45 തടയണകൾ പൂർത്തിയാക്കി. 131 തടയണകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഒരു പഞ്ചായത്തിൽ ഒരു കുളം പദ്ധതിക്കായി 2012-13 സാമ്പത്തിക വർഷത്തിൽ 354 കുളങ്ങൾ നവീകരിക്കുന്നതിനായി 72.75 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇതിൽ 220 കുളങ്ങൾ നവീകരിച്ചിട്ടുണ്ട്. ശ്രീ രാജു അബ്രഹാം. സർ, സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനുള്ള ഒരു പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. സർ, 20 വർഷത്തിലധികമായി കാലമായി പണി തുടങ്ങി പണി പൂർത്തിയാക്കാത്ത കുടിവെള്ള വിതരണ പദ്ധതി എൻ്റെ നിയോജക മണ്ഡലത്തിലുണ്ട്. സർ, അതേ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ ഉത്തരത്തിൽ 400 തടയണകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 2013 45 തടയണ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. 1000 കുളങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. സർ, 220 കുളങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ സമയബന്ധിതമായി ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഒരു 80% കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിനുള്ള ഒരു തീരുമാനം എടുത്ത് ആ നടപടികൾ തുടങ്ങാൻ അങ്ങയുടെ കാലഘട്ടത്തിൽ സാധിക്കുമോ? സാറ്, വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതികളെ സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ എല്ലാവരും തന്നെ വലിയ സഹകരണം നൽകുന്നുണ്ട്. നിയമസഭാ സമ്മേളനം കഴിയുന്ന സമയത്ത് ഓരോ ജില്ലകളുടെയും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 20 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക പരിമിതി, അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സാമ്പത്തിക പരിമിതി ഒരു തടസ്സമാണ്. എന്നാൽ പോലും പുതുതായി രൂപീകരിക്കുന്ന കിഫ്ബിയിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ജലം ലഭ്യമാക്കി കൊടുക്കാനുള്ള നിരവധി പദ്ധതികൾ ഏറ്റെടുക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ശബരിമല നമുക്കറിയാം കേരളത്തിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങളെത്തുന്ന കേന്ദ്രമാണ്. അവിടെ കുപ്പിവെള്ളം ഹൈക്കോടതി പൂർണ്ണമായും നിരോധിച്ചു. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ. സർ, വലിയൊരു പ്രതിസന്ധി. അതിന് പകര സംവിധാനം ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. കേരളത്തിലെ എല്ലാ നദികളിലെയും വെള്ളം നേരിട്ട് കുടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ നിലവാരം ഉയർത്തുന്ന നയങ്ങൾ രൂപീകരിക്കണം. സർ, അതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്രധാനമായും ഈ സീസൺ കാലഘട്ടത്തിൽ നമുക്ക് നിലയ്ക്കലെ, പമ്പയിലെ, സന്നിധാനത്തെ കുടിവെള്ള പ്രശ്നം ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ വരുന്ന കോടിക്കണക്കിന് തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നത് എന്ന് അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കും. സർ, ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ നടപടികളിലേക്ക് വാട്ടർ അതോറിറ്റി നീങ്ങിയിട്ടുണ്ട്. പ്രധാനമായും RO പ്ലാന്റുകൾ സ്ഥാപിച്ച് വെള്ളം അതാത് സ്ഥലത്ത് തന്നെ ശുദ്ധീകരിച്ച് കിയോസ്കുകൾ വഴി വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നിലയ്ക്കൽ എന്ന സ്ഥലത്ത് ടാങ്കറുകൾ വേണ്ടി വന്നാൽ സ്ഥാപിച്ച് അവിടെ ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്നതാണ്. ഈ ശബരിമല സീസൺ സമയത്ത് തീർത്ഥാടകർക്ക് ശുദ്ധജലത്തിൻ്റെ ഒരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ശ്രീ എസ് ശർമ്മ. സാറ്, കേരളം അസാധാരണമായ ഒരു സ്ഥിതിവിശേഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ജലത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന കാര്യം. എങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്വീകരിച്ചിട്ടുള്ള കരുതൽ നടപടികളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, കേരളത്തിൻ്റെ ജലസമ്പത്തായിട്ടുള്ള 44 നദികളുടെയും സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പാർലമെൻറ്റ് കമ്മിറ്റി നടത്തിയ പഠനത്തിൽ 2015 പബ്ലിഷ് ചെയ്ത പാർലമെൻറ്റ് കമ്മിറ്റിയുടെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. സാർ, നമ്മുടെ ജലസ്രോതസ്സിൻ്റെ ഒഴുക്ക് സ്വാഭാവികമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുളങ്ങളും തടാകങ്ങളും ചെറുപുഴകളും കായലുകളും എല്ലാം സ്വാഭാവികമായും വറ്റി വരണ്ടു പോകുന്ന സ്ഥിതിവിശേഷം വരും. കാലാവസ്ഥ വ്യതിയാനം പ്രതികൂല ഘടകമാണ്. മറ്റൊരു പഠനത്തിൽ തന്നെ പറയുന്നത് 10 വർഷത്തിനിടയിൽ 6.5 ലക്ഷം കിണർ കേരളത്തിൽ നശിച്ചുപോയിരിക്കുന്നു എന്നാണ്. പൈപ്പ് ലൈൻ വന്നതോടുകൂടി വീട്ടുമുറ്റത്തുള്ള കിണറിൻ്റെ സംരക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതോ അറിയാതെയോ അറിഞ്ഞുമൊക്കെ പങ്കുവഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ജല സംരക്ഷണത്തിനും ഭൂഗർഭ ജല പരിപോഷണത്തിനും എല്ലാമായി സ്വീകരിക്കുന്ന നടപടികളാകെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ദിനചര്യ പോലെ ജലസുരക്ഷയുടെ ഭാഗമായി കണക്കാക്കി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പ്രത്യേകം മുൻകൈ എടുക്കുമോ? സാറ്, ജലസംരക്ഷണവും ജലസംപോഷണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നിരവധിയായി ഉള്ളത്. ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചത്. സാർ, കിണറുകൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. മഴവെള്ള സംഭരണികളും അതോടൊപ്പം തന്നെ മഴവെള്ളം ഉപയോഗിച്ചുള്ള കിണർ റീചാർജിങ് അടക്കം ഉള്ള പദ്ധതികളിലേക്ക് നമുക്ക് വേഗത്തിൽ നീങ്ങേണ്ടതായിട്ടുണ്ട്. കിണറുകളുടെ അടുത്ത് തന്നെ മഴക്കുഴികൾ സ്ഥാപിച്ച് വെള്ളം ഭൂമിയിൽ താഴ്ന്നിറങ്ങാനുള്ള സംവിധാനം ഒരുക്കണം എന്ന ഒരു ലക്ഷ്യം ഗവൺമെൻറ്റുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹരിത കേരളം പദ്ധതിയിൽ അത്തരം നിരവധി പദ്ധതികൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം പാഴായി പോകാതെ അത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങാൻ തക്കമുള്ള വ്യവസ്ഥകളല്ല, അതിനുള്ള ക്രമീകരണങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ തന്നെ ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാം രൂപത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഈ ജലദൗർലഭ്യത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ അതിനെല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കും. എന്നാൽ അതേസമയം തന്നെ ഈ സ്ഥിതിവിശേഷത്തെ കൈകാര്യം ചെയ്യാൻ ഒരു വലിയ ജനകീയ അവബോധത്തോടുകൂടി ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ ഭാഗത്തുള്ള അംഗങ്ങൾ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണ്. അതിനാവശ്യമായ അവബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ എല്ലാ ജനപ്രതിനിധികളുടെയും സഹകരണം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയുള്ളൂ. ശ്രീ കാരാട്ട് റസാഖ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് നല്ല മഴ ലഭിക്കുന്ന കാലഘട്ടത്തിൽ പോലും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം മഴ വളരെ കുറവാണ്. അയൽ സംസ്ഥാനങ്ങളുമായി നദീജല കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ വെള്ളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ സംസ്ഥാനത്ത് മഴ ലഭ്യത കുറവുള്ളത് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. സാർ, നമ്മുടെ സംസ്ഥാനം നേരത്തെ ഏർപ്പെട്ട പല അന്തർ സംസ്ഥാന കരാറുകളുണ്ട്. ആ കരാറുകൾ രൂപപ്പെടുത്തുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ജലത്തിൻ്റെ ഒരു പ്രസൻസ് നദികളിൽ ഇന്നുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. സാർ, ആ കരാറുകളിലെ വ്യവസ്ഥകൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. പറമ്പിക്കുളം ആളിയാർ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. സാറേ, നേരത്തെ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ ജോയിൻറ്റ് റെഗുലേറ്ററി ബോർഡ് പാലക്കാട്ട് വെച്ച് യോഗം ശരിയാണ്. നമുക്ക് ലഭിക്കേണ്ടുന്ന വെള്ളത്തിൽ വന്ന കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ശക്തമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. കരാറുകൾ പുനരവലോകനം ചെയ്യണം എന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് ഉഭയസമ്മതപ്രകാരം പുനരവലോകനം ചെയ്യാമെന്നാണ് കരാറിലെ വ്യവസ്ഥ. അത് മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കരാറുകൾ റിവ്യൂ ചെയ്യാനുള്ള നടപടികളും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളെയും 4 തരം തിരിച്ചിട്ടുണ്ട്. ഭൂഗർഭ ജലത്തിൻ്റെ അപകട ദൗർലഭ്യം കണക്കാക്കിക്കൊണ്ട് അതിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയി കണക്കാക്കിയിരിക്കുന്നതാണ് ചിറ്റൂർ ബ്ലോക്കും അതോടൊപ്പം തന്നെ കാസർഗോഡ് ബ്ലോക്കും. സാർ, ഇത് വളരെ ഗൗരവമായ വിഷയം. സംസ്ഥാനത്ത് ഒട്ടാകെ പ്രശ്നമുണ്ടെങ്കിലും അത് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ പാലക്കാട് ജില്ലയിലാണ്. ഡാമിലെ ചെളിയും മറ്റും നീക്കം ചെയ്തതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട അംഗം വെച്ചത്. പല വകുപ്പുകൾ ഒരുമിച്ച് ചേരുന്നൊരു വിഷയമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ചൊരു യോഗം അടുത്ത ആഴ്ച വിളിച്ചു ചേർക്കാൻ നോട്ടീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പൊതുവായ ഒരു വിഷയം എന്ന നിലയിൽ ആലോചിക്കുന്നതാണ്. ശ്രീ എൽദോ എബ്രഹാം. സർ, ഈ കനാലുകളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. രൂക്ഷമായ വേനലിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ 1 മാസത്തിലേറെയായി അടച്ചുപൂട്ടപ്പെട്ടു. ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലോ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ അത്യാവശ്യം വേണ്ട കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ടാങ്കിൽ സ്ഥാപിച്ച് നൽകുവാൻ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാറേ, കുടിവെള്ള പദ്ധതികൾ അടച്ചുപൂട്ടപ്പെട്ടതായി എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കാം, അവിടെ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. നമ്മൾ ഈ സ്വീകരിച്ചിരിക്കുന്ന പൊതുനയം പരമാവധി സ്ഥലങ്ങളിൽ നിലവിലിരിക്കുന്ന ജലസ്രോതസ്സുകളെ ആശ്രയിച്ച് കുടിവെള്ളം വിതരണം നടത്തുക. അത് കഴിയാതെ വരുന്ന സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ഈ ടാങ്കർ ലോറികളിൽ ജലം വിതരണം ചെയ്യുന്നതിന് വ്യത്യസ്തമായി ഓരോ വാർഡുകളിലും കിയോസ്കുകൾ സ്ഥാപിച്ച് അവിടെ വാട്ടർ അതോറിറ്റി ശുദ്ധജലം എത്തിച്ചു കൊടുക്കുക, വരൾച്ച രൂക്ഷമായി വരുന്ന സമയത്തെന്നാണ് ലക്ഷ്യം വെച്ചേക്കുന്നത്. ശ്രീ വി എസ് ശിവകുമാർ. സാർ, നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. 1991 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അരുവിക്കര നിന്നും ഇവിടെ അഡീഷണലായിട്ട് ജലം കൊണ്ടുവന്ന് ശുദ്ധജല വിതരണത്തിന് വേണ്ടിയുള്ള പദ്ധതി അന്ന് പൂർത്തീകരിച്ചത്. സാർ, അന്ന് 5 ലക്ഷത്തോളം ജനസംഖ്യയായിരുന്നു തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു. ഇന്ന് 12 ലക്ഷത്തിലധികം ജനസംഖ്യയായിട്ടുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം എല്ലാ പ്രദേശങ്ങളിലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാർ, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ജൻറം പദ്ധതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 165 കിലോമീറ്റർ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. തലസ്ഥാന നഗരത്തെ 8 സോണുകളായി തിരിച്ചിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട് സാർ. പക്ഷേ ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ ഇൻ്റർ കണക്ഷൻ കൊടുക്കാൻ കഴിയാത്തത് കാരണം കുടിവെള്ളം എത്തുന്നില്ല സാർ. തീരദേശ മേഖലകളിലായിരുന്നാലും മറ്റു പ്രദേശങ്ങളിലായിരുന്നാലും കുടിവെള്ളം എത്താത്ത വലിയൊരു ഗുരുതരമായ സാഹചര്യം ഇൻ്റർ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് നിലനിൽക്കുകയാണ് സാർ. സാർ, പ്രത്യേകമായി അതിന് മന്ത്രി ബഹുമാന്യായ PWD മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഈ റോഡുകൾ കുഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് സാർ. സാർ, അതിലേക്ക് വേണ്ടുന്ന അടിയന്തരമായ നടപടി ഉണ്ട്. അതിനിപ്പോൾ MLA ഫണ്ട് കൊടുത്തിരുന്നാലും MP ഫണ്ട് കൊടുത്തിരുന്നാലും ഈ പ്രശ്നം കൊണ്ട് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല സാർ. സാർ, അതോടൊപ്പം തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാന പദ്ധതി ആയിട്ടുള്ളത് ഈ ഇങ്ങനെ സമയമെടുക്കരുത് സാർ. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സാർ, തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് സാർ. തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണല്ലോ എല്ലാവരും. ഇവിടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരു 300 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നെയ്യാർ ഡാമിൽ നിന്നും ശുദ്ധജലം മാറനല്ലൂരിൽ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് PTP നഗറിൽ 100 MLD പ്ലാന്റ് സ്ഥാപിച്ച് നഗരത്തിലേക്ക് വിതരണം ചെയ്ത ഒരു പദ്ധതി ആരംഭിച്ചു സാർ. അത് അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന കാര്യം കൂടെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാറേ, ബഹുമാനപ്പെട്ട അംഗം ശിവകുമാർ പറഞ്ഞതിന് മുമ്പ് എൽദോ ചോദിച്ചതിൻ്റെ ഒരു വാചകം കൂടെ മറുപടി പറയാനുണ്ട് സാർ. ബഹുമാനപ്പെട്ട മെമ്പർ എൽദോ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ആ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് പരിഹാരം ഉണ്ടാക്കാമെന്നാണ് സാർ. ഇവിടെ ചൂണ്ടിക്കാണിച്ച അരുവിക്കര പദ്ധതി നിന്ന് വെള്ളം അരുവിക്കര പദ്ധതിയിൽ നിന്ന് മൈക്കിന് ശബ്ദം കുറവുണ്ടോ? ഇത് പേപ്പർ വെച്ചിട്ട് അരുവിക്കര പദ്ധതിയിൽ നിന്ന് ജലം ലഭ്യമാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് സാർ. ഇൻ്റർ കണക്ഷൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് സാർ. അവിടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഞാനുമായി പലതവണ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. റോഡുകൾ നല്ല രീതിയിൽ പണിത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വെട്ടിപ്പൊളിക്കണമെന്ന് പറയുമ്പോൾ ആ വകുപ്പിന് മാത്രമല്ല ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന കർശനമായ നിർദ്ദേശം, എവിടെയെങ്കിലും റോഡ് പണികൾ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ട വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ പൂർത്തീകരിക്കണം. ആ പൂർത്തീകരിച്ചതിന് ശേഷം റോഡ് പണിയിൽ ചെയ്യാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ഞാനും കൂടി ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്ന് വെച്ച് ചില സ്ഥലങ്ങളിൽ ആവശ്യമായി വരുന്നിടത്ത് സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 മന്ത്രിമാരും കൂടി ഇരുന്ന് ചില നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. താങ്ക് യു സർ. സാർ, ഈ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികൾ, ഈ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, സർക്കാർ അനുവദിച്ചിരിക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് സാർ. സാർ, ഈ റോഡ് കട്ടിംഗ് ആണ് പ്രധാനമായിട്ടുള്ള വിഷയം. സാർ, PWD നിർദ്ദേശിക്കുന്ന തുക വാട്ടർ അതോറിറ്റിക്ക് പലപ്പോഴും അടയ്ക്കാൻ കഴിയുന്നില്ല സാർ. അതുകൊണ്ട് PWD വകുപ്പും വാട്ടർ അതോറിറ്റി വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത്തരം പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാൻ കഴിയുള്ളൂ. എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പദ്ധതികൾ ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് സാർ. ഇത് പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഈ 2 വകുപ്പുകളും തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ ജനസൗഹൃദമാക്കാനും ഞങ്ങൾ 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആലോചന നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കാം. സാർ, ബഹുമാനപ്പെട്ട ശിവകുമാർ ഒരു കാര്യം ചോദിച്ചതിന് മറുപടി പറയാൻ വിട്ടുപോയതാണ്. നെയ്യാർ ഡാമിൽ നിന്ന് 120 MLD ഒരു പദ്ധതിക്ക് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കിഫ്ബിയിലേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. ഭാരതപ്പുഴ കടന്നു പോകുന്ന കോട്ടക്കൽ മണ്ഡലത്തിലെ ഇരുമ്പിളിയം, കുറ്റിപ്പുറം പഞ്ചായത്തുകളെയും പാലക്കാട് തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന കാങ്കക്കടവ് പദ്ധതി RCB നിർമ്മിക്കാനായി നിർദ്ദേശമുണ്ടായിരുന്നു. കാങ്കപ്പുഴ പദ്ധതി അതിന് ഫീസിബിലിറ്റി സ്റ്റഡിയും നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏകദേശം 5 പഞ്ചായത്തുകളിലെങ്കിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആ പദ്ധതി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ പദ്ധതി ഏറ്റെടുത്ത് ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുമോ? സാറേ, ഒരു പ്രത്യേക സ്ഥലത്തെ RCB നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ കൈവശമില്ല. പ്രത്യേക നോട്ടീസായി തരുമോ അല്ലെങ്കിൽ അന്വേഷിച്ച് വരാൻ അങ്ങനെ അറിയിക്കുകയോ ചെയ്തു. പി ആൻസലൻ. സാർ, എൻ്റെ മണ്ഡലമായ നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാളിപ്പാറ ശുദ്ധജല പദ്ധതി 2000